ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളോട് പറഞ്ഞു തരാൻ പോകുന്നത് എങ്ങനെ നമുക്ക് നല്ലൊരു തുക വരുമാനം നേടാമെന്ന്, അതായത് ഒരു ദിവസം കൊണ്ട് തന്നെ 10,000-ഓളം രൂപ നിങ്ങൾക്ക് എങ്ങനെ നേടിയെടുക്കാം എന്നുള്ളതാണ്. അതും വളരെ നിസ്സാരമായ ചെറിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ, അത് വെറും ഒരു 5-10 മിനിറ്റിന്റെ കാര്യം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു തുക തന്നെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. അതായത് ഇന്ന് നിങ്ങളോട് പറഞ്ഞു തരാൻ പോകുന്നത് ഗൂഗിളിലൂടെ റേറ്റിംഗ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 10,000-ഓളം രൂപ നിങ്ങൾക്ക് ഒരു ദിവസം തന്നെ നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് ഓരോ ദിവസം കൂടുന്തോറും നിങ്ങൾക്ക് ലക്ഷങ്ങൾ തന്നെ നേടിയെടുക്കാവുന്നതാണ്. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, ആദ്യം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനുശേഷം ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത്രയും തുക നേടിയെടുക്കാമെന്ന് നോക്കാം. എന്റെ പൊന്നു മച്ചാമാർ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ യൂട്യൂബേഴ്സ് വരും, പക്ഷെ അതിലെങ്കിലും പോയി തല വെച്ച് കൊടുക്കരുത്. അതായത് ഇതൊരു പക്ക ഫ്രോഡ് ആക്ടിവിറ്റിയാണ്. പക്ഷെ എന്നാൽ നമുക്ക് ചെറിയ തുകയോളം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുകയാണ്. അതായത് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകാതെ തന്നെ നമുക്ക് കുറച്ച് പൈസ അവരുടെ നിന്ന് നേടിയെടുക്കാവുന്നതാണ്. അതായത് നമ്മളെ പറ്റിക്കാൻ നോക്കുന്നവരെ നമുക്ക് പറ്റിച്ച് പൈസ ഉണ്ടാക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ട്രിക്ക് പറഞ്ഞുതരാം. ഈ ഒരു മെത്തേഡിലൂടെ പൈസ ഉണ്ടാക്കാനായിട്ട് അവർ നമ്മളെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യും. എങ്ങനെയാണ് അവരെ വാട്സാപ്പിലൂടെ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ വാട്സാപ്പിൽ അവരെങ്ങനെ കോൺടാക്ട് ചെയ്യും എന്നുള്ള കാര്യം അവസാനം പറഞ്ഞുതരാം. അതിനായിട്ട് ഈ വീഡിയോ മുഴുവൻ കംപ്ലീറ്റ് ആയിട്ട് കാണുക, സ്കിപ്പ് ചെയ്യരുത്. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ആ പൈസ കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. ഇങ്ങനെ അവർ വാട്സാപ്പിൽ വന്നതിന് ശേഷം നമ്മളോട് പറയും, നമ്മളൊരു ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയും. നിങ്ങൾക്ക് ഒരു ദിവസം തന്നെ, അതായത് നിങ്ങൾക്ക് ഒരു സിമ്പിൾ ആയിട്ടുള്ള ആ ഒരു ടാസ്ക് ചെയ്യുന്നതിലൂടെ നമുക്ക് 203 രൂപ, ഇപ്പൊ ഇതിന്റെ അത് വന്നിരിക്കുന്നത് എനിക്ക് 203 രൂപ തരുമെന്ന്, അതായത് ഒരൊറ്റ ടാസ്ക് ചെയ്യുമ്പോൾ തന്നെ 203 രൂപ കിട്ടുമെന്നുള്ളതാണ്. അതും വളരെ സിമ്പിൾ ആയിട്ടുള്ള ടാസ്ക് ആണ്. ഇതുപോലെ തന്നെ 202, 250, 115 അങ്ങനെ ഇങ്ങനെയുള്ള പല റേറ്റ് ആണ് നമുക്ക് അവർ ഓഫർ ചെയ്ത് തരുന്നത്. ഇവിടെ അവർ നമുക്ക് ഡീറ്റെയിൽസ് അനുസരിച്ച് നമുക്കൊരു ഗൂഗിളിന്റെ ഒരു മാപ്പിൽ കയറി, അതായത് ഗൂഗിൾ മാപ്പിൽ കയറിയിട്ട് ഒരു റെസ്റ്റോറന്റിന് നമ്മളൊരു 5 സ്റ്റാർ റേറ്റിംഗ് അതുപോലെ തന്നെ റിവ്യൂവും കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ നിങ്ങൾക്ക് 5,000 മുതൽ 12,000 രൂപ വരെയുള്ള വീക്കിലി ഉണ്ടാക്കാം എന്ന് അവർ പറയുന്നുണ്ട്. നമുക്ക് അങ്ങനെ മെസ്സേജ് തരുന്നുണ്ട്, അവർ ഓഫർ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിന് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ എസ് അടിക്കുക, ഇല്ല എന്നുണ്ടെങ്കിൽ നോ അടിക്കുക എന്ന് പറയും. വാട്സാപ്പിലാണ് ഇപ്പോൾ കോൺടാക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ എസ് എന്ന് അടിച്ചു കൊടുക്കാം. ഇവിടെ നമുക്ക് എസ് എന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ അവർ ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തരും. ഇവിടെ നമ്മൾ എസ് കൊടുത്ത് കഴിയുന്ന സമയത്ത് അവർ നമുക്കൊരു ഗൂഗിളിന്റെ അവര് നമ്മൾ റേറ്റിംഗ് കൊടുക്കേണ്ട ആ ഒരു ഗൂഗിളിന്റെ ലൊക്കേഷൻ, അതായത് ആ ഒരു റെസ്റ്റോറന്റിന്റെ പേജ് നമുക്ക് തരുന്നതാണ്. അതായത് ഗൂഗിൾ മാപ്പിലുള്ള അവരുടെ ലൊക്കേഷൻ തരുന്നതാണ്. അതിൽ കയറി നമ്മൾ ഗൂഗിൾ റിവ്യൂ കൊടുക്കുക, അതായത് നല്ലൊരു റേറ്റിംഗ്, അതുപോലെ തന്നെ 5 സ്റ്റാർ റേറ്റിംഗ് കൊടുക്കുക. 5 സ്റ്റാർ റേറ്റിംഗ് അതുപോലെ തന്നെ ഒരു അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു റിവ്യൂവും കൂടെ കൊടുക്കുക. അതിനുശേഷം അത് സ്ക്രീൻഷോട്ട് എടുത്ത് ഈ ഒരു വാട്സാപ്പ് നമ്പറിൽ തന്നെ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ നമുക്ക് ബാക്കിയുള്ള പേയ്മെന്റ് കാര്യങ്ങൾ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ ചോദിക്കുന്നതാണ്. ഇവിടെ അവർ നമുക്ക് തന്നിരിക്കുന്ന ഒരു റിസപ്ഷനിസ്റ്റിന്റെ ആണ് കാര്യം. ഇത് ടെലഗ്രാമിലേക്ക് ചേഞ്ച് ചെയ്യുകയാണ്, വാട്സപ്പിൽ മാത്രം കണ്ടിന്യൂ ചെയ്ത് പോകുന്ന ഒന്നല്ല. ഇത് നേരെ ടെലഗ്രാമിലേക്കാണ് ഇനിയുള്ള കളികൾ വരുന്നത്. അപ്പൊ അതിനായിട്ട് അവർ നമുക്കൊരു കോൺടാക്ട്സ് തരുന്നതാണ്. ആ കോൺടാക്ട്സ് നമ്മൾ ടെലഗ്രാമിൽ സേവ് ചെയ്തിടുക. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴേക്കും ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം അവരാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു ടെലഗ്രാമിൽ ആ ഒരു കോൺടാക്റ്റിലേക്ക് കയറി കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഹായ് ഇടുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അവർ തിരിച്ച് നമുക്ക് റിപ്ലൈ തരുന്നതാണ്. അതിനുശേഷം വാട്സാപ്പിലൂടെ അവർ തന്ന ആ ഒരു നിർദ്ദേശം അനുസരിച്ച് നമുക്ക് ആ ഒരു ടെലഗ്രാമിലുള്ള ആ ഒരു റിസപ്ഷനിസ്റ്റ് നമ്മൾ ആ ഒരു കോൺടാക്ട്സിലേക്ക് നമ്മളൊരു മെസ്സേജ് അയക്കുക. അതായത് ഐ ആം ഹിയർ ടു ഗെറ്റ് മൈ സാലറി കോഡ് എന്നൊരു മെസ്സേജ് അയക്കുക. അപ്പോൾ അവർ നമുക്കൊരു സാലറി കോഡ് തരുന്നതാണ്. ആ കോഡ് നമ്മൾ ഈ ഒരു വാട്സാപ്പിലൂടെ കോൺടാക്ട് ചെയ്ത ആൾക്ക് നമ്മളൊന്ന് കൊടുക്കുക, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് അടിച്ചു കൊടുക്കുകയോ എന്തെങ്കിലും ചെയ്യുക. അപ്പോൾ വീണ്ടും നമുക്കൊരു മെസ്സേജ് വരുന്നതാണ് സാലറി കാര്യങ്ങൾ, അതായത് വെരിഫൈ ആയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അവർ ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ചോദിക്കുന്നത്, അതായത് നെയിം, ജെൻഡർ, ഏജ്, വർക്ക് എന്താണ്, പ്രൊഫഷൻ എന്താണെന്ന്, അതുപോലെ നമ്മുടെ വാട്സാപ്പ് നമ്പർ, പിന്നെ ആ ഒരു സാലറി കോഡ്, ഇത്രയും ഡീറ്റെയിൽസ് നമുക്ക് അവർക്ക് അങ്ങോട്ട് അയച്ചു കൊടുക്കാനാണ് പറയുന്നത്. ഏതായാലും ഈ ഡീറ്റെയിൽസ് കൊടുക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. കാര്യം നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും ഫേസ്ബുക്കിൽ, ഇൻസ്റ്റയിലും എല്ലാം നല്ല രീതിയിൽ തന്നെ പ്രചരിച്ച് കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ അകത്ത് വലിയ കാര്യമൊന്നും കൊടുക്കണ്ട. അതുകൊണ്ട് ഈ ഒരു ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുക്കുക. ഈ പറഞ്ഞ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമ്മൾ ആ ഒരു ടെലഗ്രാമിലുള്ള കോൺടാക്ട്സിലേക്കാണ് അയച്ചു കൊടുക്കേണ്ടത്. അങ്ങനെ അയച്ചു കൊടുക്കുമ്പോഴേക്കും അവർ നമ്മുടെ ആ ഒരു പ്രൊഫൈൽ വെരിഫൈ ചെയ്യാൻ വേണ്ടിയാണ്. അതിനുശേഷം അവർ നമുക്ക് വീണ്ടും ഒരു മെസ്സേജ് അയക്കുന്നതാണ് നമ്മുടെ ആ ഒരു പേയ്മെന്റ് കാര്യങ്ങൾ നടത്താനായിട്ട് നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് ആണ് വേണ്ടത്. അതിനുശേഷം ഇവർ പറയുന്നത് 3 ടാസ്ക് ചെയ്താലേ നമുക്ക് 203 രൂപ തരികയുള്ളൂ എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് 3 ടാസ്ക് വളരെ സിമ്പിൾ ആണ്. അതായത് ചുമ്മാ റേറ്റിംഗ് കൊടുത്താൽ മതി. വളരെ നിമിഷം കൊണ്ട്, 1 മിനിറ്റ് പോലും നമുക്ക് സമയം വരുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ നിമിഷം കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ഒരു റേറ്റിംഗ് ഇടാനും റിവ്യൂ ഇടാനും. എന്തായാലും വെറുതെ ഒരു 203 രൂപ കിട്ടുന്നതല്ലേ, കളയണ്ട. പിന്നെ അവർ മെസ്സേജ് അയക്കുന്നത് നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് ആണ്. കാര്യം നമ്മുടെ ഒരു പേയ്മെന്റ് കാര്യങ്ങൾ നടത്താനായിട്ട് നമ്മുടെ ബാങ്ക് ഏതാണ്, അതുപോലെ തന്നെ നമ്മുടെ അക്കൗണ്ട് നമ്പർ, പിന്നെ IFSC കോഡ്, നമ്മുടെ പേര്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽസ് ആണ് അവർ നമുക്ക് പേയ്മെന്റിന് വേണ്ടി ചോദിക്കുന്നത്. ഇതും കൊടുക്കുന്നത് കൊണ്ടൊന്നും യാതൊരു കുഴപ്പവുമില്ല. കാര്യം നമ്മൾ വേറെ OTP കാര്യങ്ങളോ ഒന്നും തന്നെ കൊടുക്കുന്നില്ല, നമ്മുടെ വേറെ ബാങ്ക് ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കുന്നില്ല. മറ്റൊരാൾക്ക് പേയ്മെന്റ് ചെയ്യാൻ വേണ്ടിയുള്ള ആ ഒരു ഡീറ്റെയിൽസ് മാത്രമേ നമ്മൾ ഇവിടെ കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ കൊടുക്കുക. എന്തായാലും ഇത്രയും കാര്യങ്ങൾ കൊടുത്തതിന് ശേഷം നമുക്കൊരു 10-15 മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യാനായിട്ട് അവർ പറയുന്നുണ്ട്. കാര്യം ഈ ഒരു നമ്മുടെ ആ ഒരു സാലറി, അവർ പറഞ്ഞ സാലറിയാണ്, ആ ഒരു സാലറി ക്രെഡിറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്ന സമയമാണ്. പക്ഷെ എന്നാൽ അത്ര ടൈം ഒന്നും എടുക്കുകയില്ല. നമുക്കൊരു ജസ്റ്റ് 3-4 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പൈസ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയി മെസ്സേജ് വരുന്നതാണ്.
അങ്ങനെ നമുക്ക് ഈ ഒരു 203 രൂപ കിട്ടിയിട്ടുണ്ട്. അതായത് വെറുതെ ഒരു റേറ്റിംഗ് ചെയ്തുകൊണ്ട് തന്നെ. അതായത് സിമ്പിൾ ആയിട്ട് ഗൂഗിളിൽ കയറി നമ്മൾ ജസ്റ്റ് അവർ പറയുന്ന ആ ഒരു റെസ്റ്റോറന്റോ അല്ലെ എന്താണേലും അതിന് നമ്മൾ ഒരു റേറ്റിംഗ് കൊടുക്കുന്നു, റിവ്യൂവും കൊടുക്കുന്നു. വളരെ സിമ്പിൾ കാര്യം. നമ്മൾ പോലും അറിയുന്നിട്ടില്ല, നമ്മൾ പോലും പോയിട്ടില്ലാത്ത ആ ഒരു റെസ്റ്റോറന്റിൽ കയറി ജസ്റ്റ് വെറുതെ ഒരു റേറ്റിംഗ് കൊടുക്കുന്നു, റിവ്യൂ കൊടുക്കുന്നു, നമുക്ക് പൈസ കിട്ടുന്നു. ആഹാ, എന്താ സുഖമുള്ള കാര്യം അല്ലേ. അതുപോലെ പിന്നീട് നമുക്ക് ഇവർ തരുന്ന ഡീറ്റെയിൽസ്, അതായത് നമുക്ക് ഇത് കണ്ടിന്യൂ ചെയ്ത് പോകണമല്ലോ, നമുക്ക് വീണ്ടും പൈസ ഏൺ ചെയ്യണമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞു തരുന്നുണ്ട്. അതായത് ഒരു ദിവസം 20 ടാസ്ക് വരെ നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇതുപോലത്തെ നമ്മൾ ഈ ഒരു റേറ്റിംഗ് കൊടുക്കുന്ന പോലത്തുള്ള ഒരു ടാസ്ക് അല്ല, നമുക്ക് 20 ടാസ്ക് മാത്രമേ ഒരു ദിവസം ചെയ്യാൻ പറ്റുകയുള്ളൂ. അതിൽ തന്നെ 12 ടാസ്ക് ചെയ്ത് കഴിഞ്ഞാൽ 500 രൂപ അഡീഷണൽ ബോണസ് ആയിട്ട് കിട്ടുന്നുണ്ട്. നമുക്ക് 600 രൂപയാണ് അവർ ഈ ഒരു 12 ടാസ്ക് ചെയ്താൽ തരുന്നത്. അതിൻ്റെ കൂടെ തന്നെ അഡീഷണൽ ആയിട്ട് ഒരു 500 രൂപയും കൂടെ തരുന്നുണ്ട് എന്നവർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ 20 ടാസ്കും കംപ്ലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1200 രൂപ ബോണസ് ആണ് തരുന്നത്. 1000 രൂപയാണ് അവർ പറയുന്ന ആ ഒരു 20 ടാസ്ക് കംപ്ലീറ്റ് ചെയ്താൽ കിട്ടുന്ന പൈസ. അതിൻ്റെ കൂടെ തന്നെ 1200 രൂപ കിട്ടുന്നുണ്ട്. അതുപോലെ നമുക്ക് ഫുൾ ടോട്ടൽ ആയിട്ട് 2200. അതുപോലെ നമുക്ക് ആദ്യത്തെ ഒരു ബോണസ് കിട്ടി 500 രൂപ കൂട്ടി 2700 രൂപ നമുക്ക് പെർ ഡേ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒരു ടാസ്ക് സ്കിപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ 20 ടാസ്ക് എന്ന് പറയുന്നുണ്ട്. ഈ 20 ടാസ്കിൽ നമുക്ക് എവിടെ വെച്ചാലും നമുക്ക് ഒരു ടാസ്ക് സ്കിപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റേറ്റിംഗ് കാര്യങ്ങൾ അവർ പറയുന്നത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെറും 25 രൂപയിലേക്കാണ് ഇത് കുറയുന്നത്. അതായത് നമുക്ക് ഇത്രയും കിട്ടുന്നത്, അതായത് 203 രൂപ വരെ കിട്ടുന്നെന്ന് പറയുന്നു. ആ ഒരു 203 രൂപയല്ല, നമുക്ക് വെറും 25 രൂപയിലേക്ക് കുറയുന്നതാണ് എന്ന് പറയുന്നു. എന്നാലും സാരമില്ല, 25 രൂപ കിട്ടുമല്ലോ, എന്തായാലും കുഴപ്പമില്ല, നമ്മൾ ഇത് ചെയ്യാൻ തയ്യാറാണ്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തതിന് ശേഷം അവർ നമുക്ക് വീണ്ടും കുറച്ച് ഡീറ്റെയിൽസ് തരും. അതായത് നമുക്ക് ഏത് ടാസ്ക് ആണ് ചെയ്യേണ്ടത്, നമുക്ക് ആദ്യത്തെ ടാസ്കിനുള്ള നമുക്ക് ഡീറ്റെയിൽസ് കാര്യങ്ങൾ, അതായത് ആ ഒരു പർട്ടിക്കുലർ സ്ഥലത്തിന്റെ നമുക്ക് മാപ്പ് റിവ്യൂ ചെയ്യാൻ വേണ്ടിയുള്ള ആ ഒരു, അങ്ങനെ നമുക്ക് 1 2 3 4 വേണ്ടി അടുത്തടുത്ത ടാസ്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ അവർ നമുക്ക് ആദ്യത്തെ ടാസ്കിന്റെ ഡീറ്റെയിൽസ് ആണ് തന്നിരുന്നത്. അതുപോലെ തന്നെ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് റേറ്റിംഗ് കൊടുക്കേണ്ടത്, റേറ്റിംഗ് കൊടുത്തതിനു ശേഷം സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ എന്തൊക്കെ ചെയ്യണം, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമുക്ക് അവർ കാണിച്ചു തരുന്നുണ്ട്. എന്നാൽ ഇനിയാണ് കളി മാറാൻ പോകുന്നത്. അതായത് നമ്മൾ ടാസ്ക് 1 നമ്മൾ ചെയ്ത് നമുക്ക് ആദ്യം തന്നെ 203 രൂപ കിട്ടിയതാണ്. പിന്നീട് ഇവർ പറയുന്ന ടാസ്കുകൾ കാര്യങ്ങളാണ് ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. എന്നാൽ നമ്മൾ ആ ഒരു ടാസ്ക് കാര്യങ്ങൾ, ആദ്യത്തെ ഇവർ പറഞ്ഞൊരു ടാസ്ക് കൂടെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞ ശേഷം അവർ നമുക്ക് തരുന്ന മെസ്സേജ് എന്ന് പറയുന്നത് നമ്മൾ 1 2 3 3 ടാസ്ക് ചെയ്യണം. ഈ 3 ടാസ്ക് ചെയ്ത് കഴിഞ്ഞാൽ 150 രൂപ അവർ തരികയുള്ളൂ. അതായത് നമ്മൾ ചെയ്യുന്ന ഒരു ടാസ്കിന് 50 രൂപ വെച്ച് അവർ തരികയുള്ളൂ എന്നാണ് മാറ്റിയേക്കുന്നത്. അങ്ങനെ അവർ അവരുടെ പുതിയ കളികളിലേക്ക് കയറുകയാണ്. എന്നാലും കുഴപ്പമില്ല, 3 റേറ്റിംഗ് ചെയ്യാണ്ട് അധികം സമയമൊന്നും എടുക്കുകയില്ല. ആ ഒരു 3 റേറ്റിംഗ് ചെയ്യുന്നത് 150 രൂപ വീണ്ടും കിട്ടുന്നതാണ്. അങ്ങനെ നമ്മൾ 3 റേറ്റിംഗ് കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ സാലറി ക്രെഡിറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴേക്കും നമ്മുടെ സാലറി ആ ഒരു 150 രൂപയും അവർ ക്രെഡിറ്റ് ചെയ്ത് തരുന്നതാണ്. പിന്നീട് നമുക്ക് അടുത്ത ടാസ്കിലേക്കുള്ള 4 5 6 എന്നുള്ള അടുത്ത ടാസ്കിലേക്കുള്ള ലിങ്ക് കൂടെ അവർ തരുന്നതാണ്. അതും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഒരു 150 രൂപയുടെ തരുന്നതാണ്. അങ്ങനെ നമുക്ക് വീണ്ടും 150 രൂപ കിട്ടിയിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ എന്ത് ആവശ്യത്തിനും ഈ ഒരു റിസപ്ഷനിസ്റ്റ് നമ്മുടെ കൂടെ തന്നെ കാണുന്നത്. അതായത് നമുക്കുണ്ടാകുന്ന എന്ത് ഡൗട്ട്സ് വേണമെങ്കിലും നമുക്ക് ഇവരോട് ചോദിക്കാം. ഇവരെ ക്ലാരിഫൈ ചെയ്ത് വെരിഫൈ ചെയ്ത് എല്ലാം തന്നെ നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തരുന്നതാണ്. നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും തന്നെ ഉണ്ടാകുന്നില്ല. നമുക്ക് പേയ്മെന്റിന്റെ വിഷയത്തിലോ അല്ലെങ്കിൽ എന്ത് വിഷയത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യത്തിനുള്ള ആ ഒരു ടാസ്കിനുണ്ടാകുന്ന എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ അതിനെല്ലാം തന്നെ ഇവർ നല്ലൊരു നിർദ്ദേശം തരുന്നതാണ്. അതായത് ഫുൾ ടൈം നമ്മുടെ കൂടെ തന്നെ കാണും എന്നുള്ളതാണ്. എന്നാൽ ഇനിയും കളി മാറാൻ പോവുകയാണ്. അതായത് ഇനി നമുക്ക് ചെയ്യാനുള്ളത് 7 8 9 ടാസ്കുകളാണ്. ഈ 7 8 9 ടാസ്കുകൾ ചെയ്യുമ്പോൾ വീണ്ടും നമുക്ക് 150 രൂപ കിട്ടുന്നതാണ്. എന്നാൽ ഇതിൻ്റെ കൂടെ തന്നെയാണ് നമുക്ക് അഡീഷണൽ ബോണസോടെ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ പറയുന്ന 7 എന്നുള്ള ആ ഒരു ടാസ്ക് നമുക്ക് ലിങ്ക് തരുന്നതാണ്. എന്നാൽ 8 തരുന്നില്ല, നേരെ 9ലേക്കാണ് പോകുന്നത്. 9ലും ഇതുപോലെ തന്നെയുള്ള ആ ഒരു ലിങ്ക് ആണ് തരുന്നത്. 8ാമത്തെ ടാസ്കിലാണ് ഇനി കളി മാറാൻ പോകുന്നത്. അതായത് 8ാമത്തെ ടാസ്കിൽ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ആണ് അവർ പറയുന്നത്. ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ 10 മിനിറ്റിനുള്ളിൽ നമുക്ക് പൈസ തിരിച്ച് ക്രെഡിറ്റ് ആവുന്നതാണ് എന്നാണ് പറയുന്നത്. അതായത് തുടക്കക്കാരൻ എന്നുള്ള രീതിയിൽ 1000 രൂപ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 1300 രൂപ നമുക്ക് തിരിച്ചു തരുന്നതാണ്. അതുപോലെ തന്നെ 3000 ഇട്ടാൽ 3900 തിരിച്ചു തരുന്നതാണ്. 5000 ഇട്ടാൽ 6500. അങ്ങനെ നമുക്ക് തുടർന്നുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ എത്രത്തോളമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതനുസരിച്ച് അത്യാവശ്യം നല്ലൊരു തുക പ്രോഫിറ്റ് ആയിട്ട് നമുക്ക് തിരിച്ചു തരുന്നതാണ്. അങ്ങനെ 2 ലക്ഷത്തോളം രൂപ വിട്ടാൽ 2,60,000 രൂപ വരെ നമുക്ക് തിരിച്ചു തരുന്നത്. അത് വെറും 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇത്രയും രൂപ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെയുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ആണ് അവർ നമുക്ക് പറഞ്ഞു തരുന്നത്. ഒരു ന്യൂ കമർ എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 1000ന്റെ ആ ഒരു ടാസ്ക് ചെയ്യാം. അതായത് 1000 രൂപയിട്ട് 1300 രൂപ തിരിച്ചു കിട്ടുന്ന ആ ഒരു ടാസ്ക് ചെയ്യാം. എന്നാൽ ഇത് വളരെ റിസ്കി ആയിട്ടുള്ള കാര്യമാണ്. ഇവിടെ വെച്ച് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങൾ വരുമ്പോഴേ തന്നെ നമുക്ക് നിർത്തിയിട്ട് കിട്ടിയ കാശ് കൊണ്ട് നമുക്ക് മുങ്ങാവുന്നതാണ്. എന്നാൽ റിസ്ക് എടുക്കാൻ താല്പര്യമുണ്ട് എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടാസ്ക് കൂടെ ചെയ്യാന്നാണ്. നമുക്ക് 1000 രൂപയിട്ട് 1300 രൂപ തിരിച്ചു കിട്ടുന്ന ഈ ഒരു ടാസ്ക് കൂടെ
ഇനിയിപ്പോൾ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിലേക്ക് താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിലും ഇവർ തുടരെ നമുക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും. അതായത് 1000 ഇട്ട് 1300 കിട്ടിയവരുടെ കുറെ സ്ക്രീൻഷോട്ട് കാര്യങ്ങൾ, അത് അവരുടെ വിശ്വാസ്യത കാണിക്കാനായിട്ട് അവർ കൂടുതൽ സ്ക്രീൻഷോട്ടും അതുപോലെ പേയ്മെന്റ് ഡീറ്റെയിൽസ് ഞങ്ങൾ തന്നിരിക്കുന്നത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതിന് തിരിച്ച് ഞങ്ങൾ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കുറെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കുറെ മെസ്സേജ് സ്ക്രീൻഷോട്ട് കാര്യങ്ങളെല്ലാം നമുക്ക് അയച്ചു തരുന്നതാണ്. അതായത് യാതൊരുവിധ ഫ്രോഡ് ആക്ടിവിറ്റീസും ഒന്നുമല്ല, ഇത് കൃത്യമായ പേയ്മെന്റ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇങ്ങനെ തുടരെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നതാണ്. എന്തായാലും റിസ്ക് എടുക്കാൻ താല്പര്യം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നേരെ തന്നെ ബ്ലോക്ക് ചെയ്തിട്ട് വിട്ട് കളഞ്ഞേക്കുക. ഏതായാലും കിട്ടിയ കാശ് കൊണ്ട് തന്നെ ഫുഡ് അടിക്കുകയോ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ്. അതായത് വെറുതെ ഇരുന്നുകൊണ്ട് നമുക്ക് റേറ്റിംഗ് ചെയ്തുകൊണ്ട് തന്നെ കിട്ടുന്ന ക്യാഷാണിത്. ഞാൻ ഇവിടെ എന്തായാലും 1000 രൂപയുടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 10 മിനിറ്റ് അല്ല 15 മിനിറ്റോടെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് 1300 രൂപയുടെ ക്രെഡിറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് ആ ഒരു പൈസ ക്രെഡിറ്റ് ആയി. പിന്നെ പറയുന്നത് നെക്സ്റ്റ് ടാസ്കിലേക്കാണ്. അതായത് 7, 8, 9 എന്നുള്ള ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 150 രൂപയുടെ കിട്ടുന്നതാണ്. അങ്ങനെ നമുക്ക് 7, 8, 9 ടാസ്ക് കൂടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് 150 രൂപയുടെ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് വരുന്ന അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് 10, 11, 12 ടാസ്ക് ആണ്. ഈ 10, 11, 12 ടാസ്കിലും വരുന്ന ഒരു കാര്യം ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ഉണ്ടെന്നുള്ളതാണ്. അതായത് ഒരു ടാസ്ക് ഇൻവെസ്റ്റ്മെന്റിന്റെയാണ്. പക്ഷെ എന്നാൽ നമുക്ക് 1000 രൂപയുടെ ആദ്യത്തെ പ്ലാൻ നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. പിന്നെ വരുന്നത് കൂടിയ പ്ലാൻ ആണ്. അതായത് 3000 ഇടാനായിട്ടാണ് പറയുന്നത്. എന്നാൽ 3000 ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാഷ് തിരിച്ച് കിട്ടുകയില്ല. അതായത് അവർ തന്ന ക്യാഷ് മുഴുവൻ തിരിച്ചെടുക്കാനുള്ള മെയിൻ പ്ലാൻ ആണ് ഇതെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കാതിരിക്കുക, കിട്ടിയത് കൊണ്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് പ്ലാന്. എന്നാൽ ഈ ഒരു പറ്റിക്കുന്നവരെ പറ്റിക്കുന്ന ഈ ഒരു പരിപാടി കുറെ പേര് തുടങ്ങിയതുകൊണ്ട് തന്നെ ആദ്യമുള്ള 1000 രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിൽ തന്നെ അവർ അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നത് കൊണ്ട് അതായത് പൈസ തിരിച്ച് തരുന്നില്ല എന്നുള്ള കാര്യങ്ങളും ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ തന്നെ ഇൻവെസ്റ്റ്മെന്റ് വരുന്നുണ്ടോ അവിടെ വെച്ച് തന്നെ പരിപാടി നിർത്തി പോവുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ട് തന്നെ പോകാവുന്നതാണ്. അതായത് ലക്ഷങ്ങൾ പ്രതീക്ഷിച്ച് വന്നെന്നുണ്ടെങ്കിലും എന്തായാലും വെറുതെ ഇരുന്നുകൊണ്ട് റേറ്റിംഗ് ചെയ്തുകൊണ്ട് തന്നെ കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ട് മനസ്സമാധാനത്തോടു കൂടി കടന്നുറങ്ങാവുന്നതാണ്. ഇനിയിപ്പോൾ ഇങ്ങനെയുള്ള ഓഫറുമായിട്ട്, അതായത് നമുക്ക് പൈസ കിട്ടുന്ന ചെറിയ ടാസ്ക് ചെയ്തുകൊണ്ട് തന്നെ പൈസ കിട്ടുന്ന ഇങ്ങനെയുള്ള ഓഫർ എങ്ങനെ കിട്ടുന്നു എന്നുള്ളത്, അതായത് അവർ നമ്മളെ എങ്ങനെ കോൺടാക്ട് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. വളരെ സിമ്പിൾ തന്നെയാണ്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാം എടുത്തതിന് ശേഷം നിങ്ങൾ സെർച്ച് ബട്ടണിൽ ചെന്നിട്ട് വെറുതെ ഒന്ന് ഫ്രീ ജോബ് അല്ലെങ്കിൽ ഫ്രീ ടാസ്ക് അതുപോലെ തന്നെ ഓൺലൈൻ ജോബ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറേ ഡീറ്റെയിൽസ് ഇങ്ങനെ വരുന്നതാണ്. അതായത് നമ്മൾ ചെയ്യുന്ന റീൽ, അക്കൗണ്ട്സ് കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ സെലക്ട് ചെയ്തുകൊണ്ട് തന്നെ ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് വരുന്ന ആഡ്സ് കാര്യങ്ങളെല്ലാം ആ ഒരു കീവേഡിനെ ആസ്പദമാക്കിയിട്ടായിരിക്കും. കാര്യം നമ്മൾ കൊടുക്കുന്ന എന്താണോ അതനുസരിച്ചാണ് ഇൻസ്റ്റയും വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറെ ആഡ്സ് ഇതിനെപ്പറ്റി വരുന്നതാണ്. അതായത് നമ്മളിപ്പോൾ ഫ്രീ ആയിട്ട് നമുക്ക് പൈസ ഉണ്ടാക്കാം എന്നുള്ള രീതിയിലുള്ള കുറെ ആഡ്സ് കാര്യങ്ങൾ വരുന്നതാണ്. അങ്ങനെ നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ സമയത്ത് അല്ലെങ്കിൽ നമ്മൾ റീൽ കാണുന്നതിന്റെ ഇടയ്ക്കെല്ലാം ഇങ്ങനെയുള്ള കുറച്ച് ആഡ്സ് വരുന്നതാണ്. ആ ആഡ്സ് കയറിയിട്ട് നമ്മൾ എടുക്കുമ്പോഴേക്കും ജോബ്സ് തരാന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അത്യാവശ്യം ഡെയിലി ജോബ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ആഡ്സ് വരുന്നതാണ്. ആ ആഡ്സ് കയറി ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും ജോയിൻ ചെയ്യാണ്ട് പറയുന്നുണ്ട്. ആ ജോയിൻ ചെയ്യുമ്പോഴേക്കും അവർ ഡീറ്റെയിൽസ് നമുക്ക് കൊടുക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഒരു ഇമെയിൽ ഐ ഡി അല്ലെ ഫോൺ നമ്പർ കാര്യങ്ങളാണ് അവർ ചോദിക്കുന്നത്. ജസ്റ്റ് ഒന്ന് കൊടുത്തിരിക്കുക. അതിനുശേഷം എങ്ങനെ കളിച്ചാലും ഒരു 1 to 2 ഡേയ്സ് കൊണ്ടൊക്കെ അവരെ നമ്മൾ കോൺടാക്ട് ചെയ്യുന്നതാണ്. അതായത് ഇങ്ങനെ നമ്മൾ കൊടുക്കുന്ന ആ ഒരു നമ്പർ നമ്മുടെ വാട്സാപ്പ് നമ്പർ വഴിയാണ് അവർ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നത്. എന്തായാലും നമ്മളെ പറ്റിക്കാൻ പോകുന്നവരെ ഇങ്ങനെ ഞാനും മുമ്പും പറ്റിച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ല, എനിക്ക് ഒരു 2-3 പ്രാവശ്യമായിട്ട് ഇങ്ങനെ നമുക്ക് അവരിങ്ങനെ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ഈ കൊടുക്കുന്ന ഡീറ്റെയിൽസ് കൊണ്ടാണ്, ആ ഇൻസ്റ്റയിൽ നമ്മൾ വഴി കൊടുക്കുന്ന ആഡ്സ് വഴി വരുന്ന ആ ഒരു ഡീറ്റെയിൽസ് കൊടുക്കുന്നത് കൊണ്ടാണ് അവർ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നത്. അങ്ങനെ എന്തായാലും ഇപ്പൊ നമുക്ക് ഇതിന് മുൻപുണ്ടായ ടാസ്ക് എന്ന് പറയുന്നത് റേറ്റിംഗ് അല്ല, യൂട്യൂബിൽ അവർ തുടങ്ങുന്ന ആ ഒരു വീഡിയോസ് നമ്മൾ ലൈക്ക് കൊടുക്കുക, കമന്റ് കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കുന്ന ആ ഒരു ടാസ്ക് അനുസരിച്ച് നമ്മൾ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്താൽ നമുക്ക് ഇങ്ങോട്ട് അവർ പൈസ തരുന്നതാണ്. അതായത് 150 രൂപ വെച്ച് തന്നെ 50 രൂപ വെച്ച് തന്നെ നമുക്കൊരു ടാസ്ക് എന്ന രീതിയിൽ അവർ നമുക്ക് പൈസ തരുന്നതാണ്. അങ്ങനെ ഇടയ്ക്ക് പൈസയ്ക്ക് വളരെ ടൈറ്റുള്ള സമയത്ത് ഇങ്ങനെ അവർ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ നിമിഷങ്ങൾ കൊണ്ട് തന്നെ അത്യാവശ്യം ചെറിയൊരു പോക്കറ്റ് മണി ഉണ്ടാക്കാൻ പറ്റിയ ഒരു കാര്യം തന്നെയാണിത്. അതുപോലെ ഇത് മാത്രമല്ല, അവർ ഒരുപാട് മെത്തേഡ് ഇപ്പൊ യൂസ് ചെയ്യുന്നുണ്ട്. കാര്യം കൂടുതൽ ഗൗരവമായ കുറെ കാര്യങ്ങൾ അവർ വരുന്നുണ്ട്. കാര്യം ഇതിന്റെ അകത്ത് വെബ്സൈറ്റിലേക്ക് മാറുന്ന കുറെ ഓപ്ഷനിലേക്കാണ് അവർ പിന്നീട് വരുന്നത്. ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്ന് പറഞ്ഞ് കയറി ചെല്ലുന്നത് മറ്റൊരു ഒരു ഇൻവെസ്റ്റ്മെന്റ്, അതായത് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു വെബ്സൈറ്റിലേക്കാണ്. അവിടെ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് പോലെ തന്നെ പല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഓപ്ഷനിലേക്ക് അവർ മാറുന്നുണ്ട്. അതായത് അവർ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു മെത്തേഡ് ഫെയിൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് അടുത്ത പുതിയ മെത്തേഡ്സ് ആണ് അവർ ഈ ഒരു പൈസ തട്ടാനായിട്ട് ഉപയോഗിക്കുന്നത്. അങ്ങനെ അവർ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനായിട്ടും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള നമ്മളെ പ്രലോഭിപ്പിക്കുന്ന രീതിയിലുള്ള കുറെ കാര്യങ്ങളാണ് ഇപ്പോൾ വരുന്നത്.
അങ്ങനെ നമ്മൾ 5000 ഇട്ടാൽ 10,000 കിട്ടും, 10,000 ഇട്ടാൽ 20,000 കിട്ടും. അങ്ങനെയുള്ള കുറെ ഇതിലേക്കാണ്, ഇൻവെസ്റ്റ്മെന്റിലേക്കാണ് പോകുന്നത്. അങ്ങനെ ഒരു പ്രത്യേകമായ അവരുടെ കാര്യങ്ങൾ നമ്മൾ സ്റ്റോക്കിലേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന രീതിയിലുള്ള ഒരു വെബ്സൈറ്റിലേക്കാണ് പോകുന്നത്. അത് വാങ്ങിച്ചു കഴിഞ്ഞ ശേഷം നമുക്ക് ആ ഒരു പ്രൈസ്, അതായത് ആ ഒരു അക്കൗണ്ടിലേക്കാണ് നമ്മുടെ പൈസ ക്രെഡിറ്റ് ആകുന്നത്. എന്നാൽ നമ്മൾ ആ ഒരു ടാസ്ക് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ചെയ്യുന്ന ആ ഒരു ടാസ്ക്, അവർ പറയുന്ന ടാസ്ക് നമ്മൾ പൂർണ്ണമായി കംപ്ലീറ്റ് ചെയ്താലും നമ്മുടെ പൈസ ക്രെഡിറ്റ് ആകുന്നത് അവർ പറയുന്ന ആ ഒരു വെബ്സൈറ്റിലേക്കാണ്. എന്നാൽ ആ ഒരു വെബ്സൈറ്റിൽ നിന്നും നമുക്ക് പൈസ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകണമെന്നുണ്ടെങ്കിൽ, നമുക്ക് വിഡ്രോ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ പറയുന്ന കുറെ ടാസ്കുകൾ ചെയ്യാനായിട്ടുണ്ട്. അത് മുന്നോട്ട് പോകുന്നതനുസരിച്ച് ഒരുപാട് പൈസ നിങ്ങളെ തട്ടാനായിട്ടുള്ള ആ ഒരു സാധ്യതയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പറയുന്ന ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളിലേക്കൊന്നും കടക്കാതിരിക്കുക. സോ തിങ്ക് ആൻഡ് ലോജിക്, അതുപോലെ തന്നെ ഇങ്ങനെയുള്ളവരെ അവോയ്ഡ് ചെയ്ത് വിടണോ, ഒന്ന് മനസ്സ് വെച്ചാൽ ഈ പറ്റിക്കുന്നവരെ പറ്റിച്ച് നമുക്ക് കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ട് അവോയ്ഡ് ചെയ്ത് വിടണോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു സ്കാം വീഡിയോ ആയിട്ടൊക്കെ അടുത്ത ദിവസം തന്നെ കാണാം. ബൈ ബൈ ഫ്രണ്ട്സ്.